Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. ഇവിടെ കറണ്ടിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ക്യാമറ ഓഫ് ചെയ്താണ് പറയണത്. ഓക്കെ, ഇവിടെ ലൈറ്റ് ഇല്ല, അപ്പൊ കറണ്ട് ക്യാമറ ഓഫ് ചെയ്ത എല്ലാവരും ശ്രദ്ധിച്ച് PDF ടെക്സ്റ്റ് ഒക്കെ ഉള്ളവര് ശ്രദ്ധിച്ചിരിക്കട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തു നിർത്തിയത് എവിടെയാണ്? നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 9 മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ എടുത്തത്. കിട്ടിയവര് പേജ് നമ്പർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. എല്ലാവർക്കും കിട്ടാത്തവർക്ക് പേജ് നമ്പർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ ഒബ്ജക്റ്റീവ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞു. ഇനി എടുക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെ? ഇനി അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നതിനുള്ള ആ ഒരു അതിന്റെ പ്രാധാന്യം എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് ഡെഫിനിഷൻ പഠിച്ചു. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നത് ഒരു മെഷർമെന്റ് ആണ്, പിന്നെ എന്താ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും സ്കെയിലാണെന്നൊക്കെ. ഇതിൽ മെയിൻ ആയിട്ടൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ? ഒരു മെഷർമെന്റ് ആണ് ഇതിലെല്ലാം പറയണത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഇനി പറയണത്. ഇമ്പോർട്ടൻസ് ഓഫ് measuring patient satisfaction. Okay, but patient satisfaction is an important scale to measure overall healthcare quality with the help of patient satisfaction surveys. Continuous measuring of patient satisfaction and improving patient experience can be attained. It is an invaluable tool to catch patient feedback without much effort. ഇവിടെ എന്താ പറയണേ? മൊത്തത്തിലുള്ള ഒരു പേഷ്യന്റിന്റെ ഇതിന് കറക്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയ സ്കെയിലാണ്. എന്തിനുള്ള ഇമ്പോർട്ടന്റ് സ്കെയിലാ? മൊത്തത്തിലുള്ള ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കെയറിന്റെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു പ്രധാന സ്കെയിലാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയണേ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നത് മൊത്തത്തിലുള്ള ടോട്ടലുള്ള ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു പ്രധാന സ്കെയിലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. വെച്ചാൽ എന്താ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറഞ്ഞു മൊത്തത്തിലുള്ള ആ ഒരു സ്കെയിലാണ്. ആ ഹെൽത്ത് കെയർ ക്വാളിറ്റി ഗുണനിലവാരം എങ്ങനെയാണ് മൊത്തത്തിൽ ടോട്ടൽ ആയിട്ട് പേഷ്യന്റിനെ കെയർ ചെയ്യണേ, അതിന്റെ ആ ഒരു അളവ് പോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ സർവേ ചെയ്യണത് എന്നുവെച്ചാൽ പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ സർവേയുടെ സഹായത്തോടു കൂടി പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അളക്കാനും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ അസുഖങ്ങൾ മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് എന്താ നമുക്ക് കിട്ടണ ബെനിഫിറ്റ് എന്ന് പറയണത്? ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മളിങ്ങനെ മെഷർമെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യന്റിനെ അളവ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന്റെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പേഷ്യന്റിന് അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മ പേഷ്യന്റ് എന്ന് പറയില്ല. അപ്പൊ അവരുടെ അസുഖങ്ങൾ മെച്ചപ്പെടും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ, ഇത് സർവേ ചെയ്താല് പിന്നെ എന്താ പറഞ്ഞ? ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് ആൻ എഫേർട്ട്. എന്ന് വെച്ചാൽ എന്താ? അധികം നമുക്ക് ഇതിങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അധികം എഫേർട്ട് എടുക്കാതെ തന്നെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് കണ്ടെത്താനുള്ള ഒരു ഉപകരണം കൂടിയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് എന്താ? മൊത്തത്തിലുള്ള ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റി ആണ്. മൊത്തത്തിലുള്ള ആ ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഒരു പ്രധാന സ്കെയിലാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന സഹായത്തോടു കൂടി അതിന്റെ ആ സർവേ നടത്തണമെങ്കിൽ നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തി തുടർച്ചയായിട്ട് അളക്കാനും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താനും എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് പേഷ്യന്റിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താനും കഴിയും. ഓക്കെ, ഇനി പറയണത് എന്താ? 5 reasons why should measure patient satisfaction. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയണത് ബ്രാക്കറ്റിലുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും അത് കറക്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം. 5 റീസൺസ് പറയുന്നുണ്ട്. എന്തിനുള്ളതാ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അളക്കേണ്ട 5 കാരണങ്ങൾ.
എങ്ങനെയാണ് പേഷ്യന്റിന് തൃപ്തി ഉണ്ടാവുക? ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ടുള്ള 5 കാരണങ്ങളാണ് പറയണത്. ഈ 5 കാരണങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഓരോന്നും നമ്മളിവിടെ ഓരോ വയസ്സായിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. ആ കോളത്തിലുള്ളത് നിങ്ങളെല്ലാ 5 പോയിന്റും കറക്റ്റ് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താ? ടു പ്രൊവൈഡർ ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഫസ്റ്റ് എന്താ പറഞ്ഞേ? 5 റീസൺസ് പറഞ്ഞു. ആ 5 റീസണില് ഫസ്റ്റ് പറയണത് പേഷ്യൻസിന്റെ ഉയർന്ന തലത്തിലുള്ള ആ ഒരു രോഗി പരിചരണത്തിന് സേവനം നൽകണത്. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് എന്ന് വെച്ചാൽ പേഷ്യന്റിന് എങ്ങനെ തരത്തിലുള്ള കെയർ സർവീസ് കൊടുക്കണം? ടോപ്പ് ടയർ, ഉയർന്ന തലത്തിലുള്ള സർവീസ് കൊടുക്കണം. അതാണ് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. രണ്ടാമത് എന്താ? ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് എന്ന് വെച്ചാല് എന്താ? ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് എന്ന് വെച്ചാൽ അവിടെ ഉള്ള ഹോസ്പിറ്റലില്, ആ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമാരുടെ പെർഫോമൻസ് എങ്ങനെയാണ്? അതാണ് രണ്ടാമത്തെ കാരണം. ഓക്കെ. മൂന്നാമത് പറയണത് ടു നൗ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താ? ദേഷ്യമുള്ള പേഷ്യന്റ്, ദേഷ്യവും ഒരു മിഫ്ഡ് പേഷ്യന്റ് എന്ന് വെച്ചാൽ ഒരു എപ്പോഴും എന്തെങ്കിലൊക്കെ ഒരു ഗൗരവത്തിലിരിക്കുന്ന പേഷ്യന്റ് ഇല്ലേ? ഇപ്പൊ നമ്മുടെ അവിടെ അതിന്റെ പിക്ചർ തന്നെ നോക്കി, ഒരു ആംഗ്രി ഒരു ഇതിലിരിക്കുന്നത്, ദേഷ്യമായിരിക്കും, അവർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല, മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനായിട്ട് കൂട്ടാക്കാത്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരെ നമ്മൾ മനസ്സിലാക്കണം, കണ്ടുപിടിക്കണം. ടു നൗ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്. ടു നൗ അവരെ നമ്മൾ അറിയണം, അവരെങ്ങനെയാണ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, അവരറിഞ്ഞിട്ട് നമ്മൾ അതിൽ ഇടപെട്ട് അവരോട് ഇൻവോൾവ് ആയിട്ട് നമ്മൾ അവരെ അടുപ്പിക്കാം. അതും മൂന്നാമത്തെ റീസൺ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് പേജിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ഹെഡിങ് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് എന്താ? ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാല് പേഷ്യന്റിന്റെ ആ ഒരു പരിചരണം മെച്ചപ്പെടുത്താനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ കെയർ, പരിചരണം, നമുക്ക് ഒന്നും കൂടി നല്ല കെയർ കൊടുക്കാൻ, അതിന്റെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്. അതാണ് നാലാമത്തെ കാരണം. നെക്സ്റ്റ് എന്താ? ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. പേഷ്യന്റിനെ നിലനിർത്താനുള്ള, പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലില് അതിനെ അവിടെ നിലനിർത്താൻ ഉള്ള ഒരു നിരക്ക് മെച്ചപ്പെടുത്തുക. അതാണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ 5 പോയിന്റ്, ഈ 5 കാര്യങ്ങള് ഓർത്തിരിക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റിന് നമ്മൾ ഉയർന്ന തരത്തിലുള്ള ആ ഒരു ഇത് കൊടുക്കണം എന്നല്ലേ? പേഷ്യന്റിന് എന്ത് കൊടുക്കണം? ഉയർന്ന തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ നമ്മൾ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണേന്നാണ് പറയണത്. മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ ascertain the areas of improvement and centers on to provide better patient care services. Achieving a high level of satisfaction is directly dependent on the high quality patient care services given by the team of specialized doctors and hospital staff. The entire staff must consider patients with warmness from the reception who arranges the appointment, doctors providing the right treatment to the nurse taking the vital status of the patients. ഇവിടെ എന്താ പറയണേ? നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് ഉയർന്ന തരത്തിലുള്ള ടോപ്പ് ടയർ കെയർ കൊടുക്കണം അല്ലെ? ഉയർന്ന തരത്തിലുള്ള പേഷ്യന്റിന് ആ ഒരു ഹെൽത്ത് കെയർ നമ്മൾ എവിടെ കൊടുക്കണം? പേഷ്യന്റിന് കൊടുക്കണം. എന്നാലേ നമ്മൾക്ക് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. അപ്പൊ ഇതിലിവിടെ പറയണത് പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അളക്കണത് മെച്ചപ്പെട്ട രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിനുള്ള മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും അതിനെ കേന്ദ്രീകരിച്ച് ഹോസ്പിറ്റലിനെ സഹായിക്കുന്ന നിലവാരത്തിലുള്ള സംതൃപ്തി കൈവരിക്കലാണെന്ന് ഇതിൽ പറയുന്നത്. ഇതിലെ മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതിനെ ഹെൽപ്പ് ചെയ്യണത് എന്താ? ഹോസ്പിറ്റൽ ascertain the areas of improvement. ഹോസ്പിറ്റലില് ആ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഏരിയകൾ ആ ഹോസ്പിറ്റലിൽ പറ്റും, ആ പേഷ്യന്റിനെ നമുക്ക് ഒന്നും കൂടി ഹെൽത്ത് കെയർ കൊടുക്കണം, അത് മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് സെന്റേഴ്സ് ടു പ്രൊവൈഡ് ബെറ്റർ പേഷ്യന്റ് കെയർ. നമ്മൾ ആ പേഷ്യന്റിനെ തന്നെ കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് പേഷ്യന്റിന് തന്നെ നല്ല ബെറ്റർ കെയർ സർവീസ് കൊടുക്കണം. അച്ചീവിംഗ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ദ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. എന്ന് വെച്ചാൽ എന്താ അവിടെ പറയണത്? നിലവാരത്തില് ആ സംതൃപ്തി നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റണം, മെച്ചപ്പെടുത്താൻ കഴിയണം അവരെ കെയർ. എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും?
അതിലിവിടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. മെച്ചപ്പെടുത്തണമെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെയും ഹോസ്പിറ്റൽ ജീവനക്കാരും നൽകുന്ന ആ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ആ ഒരു ഹെൽത്ത് കെയർ സേവനങ്ങൾ നമ്മൾ കൊടുക്കണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഹോസ്പിറ്റലില് രോഗിയുടെ ആ ഒരു ഹെൽത്ത് കെയർ നോക്കണത്. അപ്പൊ ഇവിടെ ഹെൽത്ത് കെയർ നോക്കണം എന്ന് പറഞ്ഞത് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസ് കൊടുക്കണം. അത് കൊടുക്കണത് ഗിവൺ ബൈ ദ ടീം ഓഫ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്. അതെങ്ങനെ കൊടുക്കണേ? ഗിവൺ ബൈ ടീം ഓഫ് സ്പെഷ്യലൈസ്ഡ്, വിദഗ്ധരായ. ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാൻസർ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന് എങ്ങനെ ഹെൽത്ത് കെയർ കൊടുക്കാം? പേഷ്യന്റിന് ഫിസിഷ്യൻ വന്ന് നോക്കിയാൽ മതിയാ? പറ്റില്ല. ഓർത്തോ ഡോക്ടർ വന്ന് നോക്കിയാൽ മതിയാ? പറ്റില്ല. ക്യാൻസർ ഉള്ള പേഷ്യന്റിന് അതേ ഇത് പഠിച്ച സ്പെഷ്യലൈസ് ചെയ്ത ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ തന്നെ വേണം, അല്ലെ? ഓങ്കോളജി ഡോക്ടർ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഡോക്ടർ തന്നെ വേണം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ആ ഹോസ്പിറ്റലിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സും അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫും കൊടുക്കണം. എന്നാൽ നേരത്തെ നമുക്ക് പറഞ്ഞു, നമ്മളിവിടെ മുൻപ് പറഞ്ഞു പേഷ്യന്റിന് മെച്ചപ്പെട്ട ഹെൽത്ത് കെയർ കൊടുക്കണമെന്ന്. ആ ഹെൽത്ത് കെയർ കൊടുക്കണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് വേണം, അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫ് വേണം. പിന്നെ എൻറ്റയർ സ്റ്റാഫ് മസ്റ്റ് കൺസിഡർ പേഷ്യന്റ് വിത്ത് വാംനെസ് ഫ്രം ദ റിസപ്ഷൻസ് ഹു അറേഞ്ച് ദ അപ്പോയിന്റ്മെന്റ്. പിന്നെ എന്താ പറഞ്ഞേ? പേഷ്യന്റിന് ഇത് പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു റിസപ്ഷനിസ്റ്റ്, ശരിയായി ചികിത്സ നൽകുന്ന ഡോക്ടർ, പ്രധാനപ്പെട്ട സ്ഥിതിവിവരങ്ങൾ എടുക്കുന്ന നഴ്സ്, ഇങ്ങനെ മുഴുവൻ ജീവനക്കാരും രോഗിയെ എങ്ങനെ പരിചരിക്കണം? ഊഷ്മാംനെസ്. എങ്ങനെ പരിചരിക്കണം? ഊഷ്മളയോടെ. വാംനെസ് എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പേഷ്യന്റിനോട് ഇടപഴകി ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഇതിൽ ടോപ്പ് ടയറിന് ഇത് കൊടുക്കണത് പേഷ്യന്റിന്റെ ആരോഗ്യം, ഹെൽത്ത് കെയർ മെച്ചപ്പെടുത്താനാണ്. ഈ മെച്ചപ്പെടുത്താനത് കാര്യങ്ങള് ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഹോസ്പിറ്റലിന്റെ പേഷ്യന്റിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ നിലനിൽക്കുന്നത്. ഇത് മെച്ചപ്പെടുത്താനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യണം. അപ്പോയിന്റ്മെന്റ് ചെയ്ത റിസപ്ഷനിസ്റ്റിന് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് പ്രൊവൈഡിങ് നല്ല ട്രീറ്റ്മെന്റ്, റൈറ്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ശരിയായ രീതിയിൽ ഇപ്പൊ പേഷ്യന്റിന് ഏതാണോ അസുഖം, ആ അസുഖത്തിന്റെ ഇത് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം. ശരിയായ ട്രീറ്റ്മെന്റ് ചെയ്യണ ഡോക്ടർ വേണം. ടു ദ നഴ്സ്, അവിടെ നഴ്സ് വേണം. നഴ്സ് എങ്ങനത്തെ ഉള്ള നഴ്സ് ആയിരിക്കണം? നഴ്സ് എങ്ങനത്തെ ആയിരിക്കണം? അവിടുത്തെ കാര്യങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, പിന്നെ ഊഷ്മളതയോടെ രോഗിയെ പരിചരിക്കണം ഒരു നഴ്സും കൂടി ഈ ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യാം. ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസിൽ ഉണ്ടാവുന്ന സ്റ്റാഫുകൾ ഇത് ചോദിക്കും ചിലപ്പോൾ എക്സാമിന്. അപ്പൊ റിസപ്ഷനിസ്റ്റ്, പിന്നെ ഡോക്ടേഴ്സ് പ്രൊവൈഡിങ് റൈറ്റ് ട്രീറ്റ്മെന്റ് ടു ദ നഴ്സ്. പിന്നെ ഇവിടെ മെച്ചപ്പെടുത്താനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് വേണം ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ് വേണം. ഈ 2 പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, മനസ്സിലാവണ്ട? നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടാ? സ്പീഡ് കൂടുന്നുണ്ടാ? ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? എല്ലാവരും ഉറങ്ങിയാണോ? ഇല്ല. നേഹ റോസ്, ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസസ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കും, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ആണ്. എന്താ? വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസസ്? ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ പറഞ്ഞു പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണം. അപ്പൊ അതിന് മെച്ചപ്പെടുത്ത ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കണം. ഈ മെച്ചപ്പെടുത്ത ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ്? വാട്ട് ഹോസ്പിറ്റൽ ഡു ടു, അതിന് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകാർ ചെയ്യണ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ എന്താ? ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. എന്ന് വെച്ചാല് കൃത്യസമയത്ത് തന്നെ പേഷ്യന്റിന്റെ ആ ഒരു അസുഖം എന്താണെന്നുള്ളത് രോഗനിർണയം നടത്തുന്ന ശരിയായ മാർഗം നമ്മൾ പിന്തുടരുക, ഫോളോ ചെയ്യുക. കൃത്യസമയത്ത് പേഷ്യന്റിന് എന്താണ് ഒരു അസുഖം എന്ന് മനസ്സിലാക്കിയ ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? രോഗം നിർണയിച്ചുള്ള കാര്യങ്ങളും പിന്നെ അതിന് വേണ്ട കറക്റ്റ് വേ, ശരിയായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫോളോ അപ്പ് എടുക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താ? ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. എന്താ പറഞ്ഞേ? രണ്ടാമത് പറയണത്
ഡോക്ടറിലേക്ക് ഇപ്പൊ നമ്മൾ പേഷ്യന്റിന് കറക്റ്റ് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ഫിസിഷ്യന്റെ എങ്ങനെ ആ ഡോക്ടറെ മെച്ചപ്പെടുത്താനായിട്ട് ഡോക്ടർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം, അതുപോലെ നല്ല ഡോക്ടേഴ്സിന് അപ്പൊ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആക്സസ് ടു ഫിസിഷ്യൻ എന്ന് വെച്ചാൽ ഡോക്ടറിലേക്കുള്ള ആ ഒരു പ്രവേശനം നമ്മൾ വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ഡോക്ടറെ കൊണ്ടുവരാം, നല്ല ഡോക്ടേഴ്സ് ഫിസിഷ്യനില് മെച്ചപ്പെട്ട ഡോക്ടേഴ്സിനെ കൊണ്ടുവരികയും അതിന്റെ ട്രീറ്റ്മെന്റ് മെച്ചപ്പെടുത്തുകയും ചെയ്യാം, ഇംപ്രൂവ് ചെയ്ത് മെച്ചപ്പെടുത്തുകയും ചെയ്യാം. ഫിസിഷ്യൻ വേണം. ഓക്കെ, നെക്സ്റ്റ് റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ശരിയായ ചികിത്സ നിർദ്ദേശിക്കുക. എന്താ പറഞ്ഞേ? റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ശരിയായ ചികിത്സ, പേഷ്യന്റിന് വേണ്ട ഏത് ചികിത്സ അത് കറക്റ്റ് ലെവലിൽ ശരിയായ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് എന്ന് വെച്ചാൽ എന്താ? ഓഫർ കോസ്റ്റ് ട്രീറ്റ്മെന്റ് ചെലവ് കുറഞ്ഞ ചികിത്സാ പദ്ധതികൾ കൊണ്ടുവരാം. ചെലവ് കുറഞ്ഞ ചികിത്സാ പദ്ധതികൾ അല്ലെ? ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ല ഹോസ്പിറ്റലും നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലായിരിക്കും, പക്ഷെ അവിടെ പോയാൽ എന്താ? ഭയങ്കര കാശ് ചെലവും ഒരുപാട്. നമ്മുടെ വീട് അടക്കം വിറ്റ് എന്നാലും നമ്മള് വീടൊന്നും നമുക്ക് പ്രശ്നമില്ല, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? നമ്മൾക്ക് ഹോസ്പിറ്റലിന് രക്ഷപ്പെട്ടാൽ മതി എന്നാ നമ്മൾ ചിന്തിക്കുള്ളൂ, ക്യാഷ് ഒന്നും നമ്മൾ നോക്കില്ല. പക്ഷെ ചെലവ് കുറഞ്ഞ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന പ്ലാൻസ് ഹോസ്പിറ്റലുകാർ കൊണ്ടുവരണം. മനസ്സിലായ? ഇവിടെ ഹോസ്പിറ്റലുകാർ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കണേ. മാറിപ്പോവരുത്, നമുക്ക് മാറ്റി ചോദിക്കൂ. ഇവിടെ ഹോസ്പിറ്റലുകാർ എന്താ ചെയ്യണ്ടേ? പേഷ്യന്റിന് നല്ല കെയർ കിട്ടണമെങ്കിൽ അത് കൂട്ടണമെങ്കിൽ ഹോസ്പിറ്റലുകാർ എന്താ ചെയ്യണമെന്നാ ചോദിച്ചേക്കണേ. അപ്പൊ 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് പോയിന്റ് പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴും അവർക്ക് ഗുണനിലവാരമുള്ള കെയർ കൊടുക്കാം, ഗുണനിലവാരമുള്ള ക്വാളിറ്റി ഉള്ള നല്ല കെയർ കൊടുക്കണം. അപ്പൊ ഈ 5 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് റെഡിയാക്കി വെക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായി? 5 പോയിന്റ് മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേഴ്സ് കെയർ. ഇത് നമ്മള് പറഞ്ഞ 5 പോയിന്റ് തന്നെ കറക്റ്റ് ചെയ്തതാണ്, സെയിം തന്നെയാണ്. ഇംപ്ലിമെന്റിങ് എന്ന് വെച്ചാൽ എന്താ? രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആ ഒരു സ്ട്രാറ്റജി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതും 5 കാര്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞ 5 കാര്യങ്ങൾ തന്നെ വേറെ രീതിയിൽ ചോദിച്ചേക്കണാണ്. അപ്പൊ 2 നിങ്ങൾ ഈ കോളത്തിലുള്ളതും പഠിക്കുക, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേഴ്സ് കെയർ. എന്താ ഇവിടെ പറഞ്ഞത്? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ച് പരിചരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു തന്ത്രങ്ങൾ എങ്ങനെയാണെന്നാണ്. ഒന്നാമത് എന്താ പറഞ്ഞേ? ഫസ്റ്റ് വൺ, ടൈംലി ഡയഗ്നോസിസ് ഓഫ് എന്താ? ഇൽനെസ് എന്ന് വെച്ചാല് രോഗത്തിന്റെ സമയബന്ധിതമായ രോഗത്തിൽ ഒരു പേഷ്യന്റ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പഠിച്ചു, പേഷ്യന്റിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തന്നെ പേഷ്യന്റിനെ ചികിത്സിക്കണം, ഡയഗ്നോസ് ചെയ്യണം, രോഗം നിർണ്ണയിക്കണം അല്ലെ? അപ്പൊ അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ പറയണത്, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. അസുഖം കണ്ടുപിടിച്ച ആ സമയത്ത് തന്നെ പേഷ്യന്റിനെ രോഗം നിർണ്ണയിക്കണം. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ. നേരത്തെ പറഞ്ഞത് തന്നെ, ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ, ഡോക്ടർമാരിലേക്കുള്ള ആ ഒരു പ്രവേശനം വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനെ കൊണ്ടുവരാം. ഒരുപാട് ഡോക്ടേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ അതിനനുസരിച്ചുള്ള ആ ഡോക്ടേഴ്സിന്റെ വരവ്, ഡോക്ടേഴ്സുമാരെ കൊണ്ടുവരാം ഹോസ്പിറ്റലിൽ അല്ലെ? ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായാൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും. നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യൻസ് ഒരുപാട് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ, ഡോക്ടേഴ്സിന്റെ പ്രവേശനം വർദ്ധിപ്പിക്കാം. ഓക്കെ, മൂന്നാമത് എന്താ? പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. മൂന്നാമത് എന്താ? ചെലവ് കുറഞ്ഞ ചികിത്സകളും ഗുണനിലവാരമുള്ള പരിചരണവും കൊടുക്കണം. ചെലവ് കുറഞ്ഞത് നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് പോയിന്റ് ഇവിടെ പറഞ്ഞില്ലേ? ലാസ്റ്റ് ഇവിടെ പറഞ്ഞു ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ? ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ അടക്കം എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു ഇഞ്ചക്ഷൻ വന്നാൽ ഒരു 50,000 60,000 ഒക്കെ കെട്ടിവെക്കാൻ പറ്റും, ഒരു ഇഞ്ചക്ഷൻ മാത്രം. പക്ഷെ വേറെ ചെലവ് ഇതുപോലത്തെ ഇഞ്ചക്ഷൻ തന്നെ കാശ് കുറഞ്ഞ രീതിയിലുള്ള ഹോസ്പിറ്റൽസും ഉണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിന്റെ പ്ലാനിലുള്ളതാണ്, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. അപ്പൊ അത് പ്രൊവൈഡ് കോസ്റ്റ് നമുക്ക് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ, ചെലവ് കുറഞ്ഞ ചികിത്സാ രീതി കൊണ്ടുവരാം, അതുപോലെ തന്നെ അത് എഫക്റ്റീവായ ട്രീറ്റ്മെന്റും കൊടുക്കാം. മൂന്നാമത്തെ പോയിന്റ്. നാലാമത് എന്താ പറഞ്ഞേ?
give unconditional love and support. Give unconditional love and support എന്ന് വെച്ചാൽ എന്താ, നിരുപാധികമായി സ്നേഹവും പിന്തുടരലും നൽകുക. നമ്മളൊരു പേഷ്യന്റിന് അവര് വന്നു കഴിഞ്ഞാൽ അവരോട് സ്നേഹം എന്താ, അവർക്കുള്ള വേണ്ട സപ്പോർട്ട് കൊടുക്കുക അല്ലെ. അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവര് മൈൻഡ്ലി ഡെസ്പായിരിക്കും, ഒരു പകുതി മുക്കാലോളം മൈൻഡ്ലി ഡെസ്പായിരിക്കും. അപ്പൊ അവർക്ക് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചുള്ള സ്നേഹം നമ്മൾ കൊടുക്കുക. ഓക്കെ. പിന്നെ റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ് എന്ന് വെച്ചാല് ഫോളോ അപ്പുകൾ പോലെ ആവശ്യം എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോളോ അപ്പ് എന്ന് വെച്ചാൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ നമ്മൾ അവരെ പിന്തുടരില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും നമ്മൾ അവരെ പിന്തുടരാതെ അതൊക്കെ റെഡ്യൂസ് ചെയ്യുക. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറക്കുക. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. ടോപ്പ് ടയർ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചു. ടോപ്പ് ടയർ കഴിഞ്ഞിട്ട് അതിന്റെ എൻഹാൻസ് പേഷ്യന്റിന്റെ കെയർ സർവീസ് വർദ്ധിക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം എന്നുള്ള 5 പോയിന്റ് പഠിച്ചു. ഇനി ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേഴ്സിന്റെ 5 കാര്യങ്ങളും പഠിച്ചു. നെക്സ്റ്റ്, ടു നൗ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. രണ്ടാമത് വേണ്ടത് എന്താ, ടു നൗ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. എന്താ പറഞ്ഞേ, സ്പെഷ്യലി ഹോസ്പിറ്റൽ ജീവനക്കാരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്കറിയാം, പെർഫോമൻസ് അറിയണം അല്ലെ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ പറഞ്ഞില്ലേ നമ്മള് 5 റീസൺസ് പറഞ്ഞു. 5 reasons why should measure patient satisfaction. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനുള്ള 5 റീസൺസ് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് നമ്മളിപ്പോ കഴിഞ്ഞു. രണ്ടാമത് ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ടു നൗ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ എന്താ, ജീവനക്കാരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയാണ്? It is necessary to keep a pulse on hospital staff performance at regular intervals. Happy staff will give better patient care if patients are not satisfied with their visit. There is a possibility that patients will choose for services from another provider. Therefore, it is necessary to listen to the patients, which will make them feel centered. എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയണേ, കൃത്യമായ ഇടവേളകളില് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ പ്രകടനത്തിൽ നമ്മൾ ഇടയ്ക്കിടക്ക് പേഷ്യന്റിന്റെ പൾസ് നോക്കണം. ടു കീപ്പ് എ പൾസ് അല്ലേ. ഇപ്പൊ നഴ്സുമാരാണെങ്കിൽ TPR ചാർട്ട് ഉണ്ടാവും. TPR ചാർട്ട് എന്ന് വെച്ചാൽ എന്താ, അതില് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ഇതെല്ലാം കറക്റ്റ് ഓരോ ടൈമിങ്ങിൽ ഇടവിട്ട് നോട്ട് ചെയ്യും അല്ലെ. അപ്പൊ ഈ TPR ചാർട്ട് പ്രകാരമാണ് പേഷ്യന്റിന് ഈ ഒരു ടൈമിൽ കഴിഞ്ഞ് ഇത് കൊടുത്തോ, അടുത്ത ടൈമിൽ ഇത് കൊടുത്തോ എന്ന് നമ്മൾ അറിയണത് അല്ലെ. അപ്പൊ ഇങ്ങനെ റെഗുലർ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ, ഇറ്റ് ഈസ് നെസസറി ടു കീപ്പ് എ പൾസ് ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. അപ്പൊ ഒന്നിടവിട്ട് ഒന്നല്ലെങ്കിൽ രാവിലെ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെ ഇടവിട്ട് പേഷ്യന്റിന്റെ എന്ത് നോക്കണം, പൾസ് ഇടക്കിടക്ക് നമ്മൾ ഇത് നോക്കി കീപ്പ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് എന്താ, will give better patient care. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് പൾസ് സൂക്ഷിക്കണം. ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫ് അതിന്റെ പെർഫോമൻസിൽ ഇടും. ഇടക്കിടക്ക് പേഷ്യന്റിനെ നോക്കുന്നുണ്ടോ, നമ്മൾ സ്റ്റാഫിന്റെ കാര്യമാണ് ഇവിടെ പറയണത് അല്ലെ. ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഇംപ്രൂവ് കൂട്ടാൻ വേണ്ടി, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയണത്. അപ്പൊ നമ്മൾ നോക്കിയാല് പേഷ്യന്റിന് എന്താ, അവര് നോക്കുന്നുണ്ടോ, പേഷ്യന്റിന്റെ പൾസ് നോക്കുന്നുണ്ടോ, പേഷ്യന്റിന്റെ ചാർട്ട് കറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ലെവലില് നോക്കണം. അതുപോലെ തന്നെ പിന്നെന്ത് വേണം, ജോലിക്കാർക്ക് മെച്ചപ്പെട്ട യോജിപ്പ് പരിഗണന നൽകണം. എന്ന് വെച്ചാൽ ഹാപ്പി ആയ ഹാപ്പി സ്റ്റാഫ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അവര് ഹാപ്പി ആയിരുന്ന പേഷ്യന്റിന് നല്ല കെയർ കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ ചില നഴ്സുമാർ ആയാലും അവരൊക്കെ എങ്ങനെയായിരിക്കും, വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് എന്ത് ചോദിച്ചാലും സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യന്റ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ ദേഷ്യപ്പെട്ടതിന്റെ ബാക്കി നമ്മൾ ഹോസ്പിറ്റലില് അങ്ങനെയല്ല. അപ്പൊ അവര് ഹാപ്പിയാണ്, അവരുടെ ജീവിത ലൈഫ് അവര് എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് ആണെങ്കിൽ ആ പേഷ്യന്റിന് എന്തായിരിക്കും, നല്ല കെയർ കിട്ടും. പേഷ്യന്റിനോടും അതേ അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലെ. നമ്മളുടെ മനസ്സ് എങ്ങനെയാ അതുപോലെ ആയിരിക്കും നമ്മൾ പുറത്തും പെരുമാറുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. ഓക്കെ. അങ്ങനെയാണ്. പിന്നെന്താ, if patients are not satisfied with their visit, the responsibility patient will choose for service another provider. നമ്മളെ ഹാപ്പി അല്ല പേഷ്യന്റിന്, നമ്മളെ ഒരു
പേഷ്യന്റിനോട് പെരുമാറുന്ന രീതിയിലൊരു സാറ്റിസ്ഫൈഡ് നമുക്കില്ല, അവർക്കും അതില്ലെങ്കിൽ ആ പേഷ്യന്റ് വിൽ ചൂസ് ഫോർ സർവീസ് ഫ്രം അനദർ പ്രൊവൈഡർ. ആ പേഷ്യന്റ് എന്ത് തീരുമാനിക്കും? എനിക്ക് ഈ ഹോസ്പിറ്റലില് ചികിത്സ വേണ്ട, ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടണം, വേറെ സ്ഥലത്തോട്ട് പോകാനായിട്ട് തീരുമാനിക്കും. ഓക്കെ, therefore it is necessary to listen to the patient which will make them feel strengthened. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ എന്താ പറഞ്ഞേ? നമ്മള് പേഷ്യന്റ് അവരുടെ ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ? അപ്പൊ അതിനാല് പേഷ്യന്റിന്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, പേഷ്യന്റിന്റെ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഷ്യന്റിനെ ശ്രദ്ധിക്കേണ്ടത് ആരാ? അവരുടെ ഉത്തരവാദിത്തം, അവരുടെ സ്റ്റാഫിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സ്റ്റാഫ് അത് അവരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് അവരെ വാച്ച് ചെയ്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് തന്നെ ഫീൽ സെൻസേഡ്, അവർക്ക് തന്നെ അവരെ കുറിച്ച് തോന്നും ഒരു ശക്തി, ഒരു മതിപ്പ് അവർക്ക് അവരെ തന്നെ തോന്നും. അതാ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. ടു നൗ ദ പെർഫോമൻസ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഈ പറഞ്ഞത് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് കൂട്ടാനുള്ള കാര്യങ്ങൾ. അതിന്റെ 5 പോയിന്റുകൾ താഴെ പറയുന്നുണ്ട്. വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? ഈ 5 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. 5 പോയിന്റും ഓരോന്നും കറക്റ്റ് പഠിക്കാം, കാരണം ഇത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? എന്താ? അവിടുത്തെ സ്റ്റാഫിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു സ്റ്റാഫുകാര് എന്ത് ചെയ്യണം? എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം, അവരെ ഓരോ കാര്യങ്ങൾ വാച്ച് ചെയ്യണം, അവരോട് നല്ല രീതിയിൽ സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മോളിൽ പഠിച്ചു അല്ലെ? ഈ സ്റ്റാഫ് അവരുടെ കാര്യങ്ങൾ അവരുടെ ഇംപ്രൂവ് ആവാനായിട്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? ഞാൻ മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ടേക്ക്. ഓക്കെ, ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കാൻ നമ്മൾ പറഞ്ഞു ജീവനക്കാർ. ഇപ്പൊ സ്റ്റാഫിന്റെ കാര്യം ഇട്ടാ പറയണത്, ഇവിടെ മാറരുത്. പേഷ്യൻസും സ്റ്റാഫും രണ്ടും രണ്ടാണ്. അപ്പൊ നിങ്ങൾ അത് എപ്പോഴും ഓർക്കുക. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒറ്റയടിക്ക് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? എന്താ? ഇംപ്രൂവ് പേഷ്യന്റിന്റെ കാര്യം ചോദിക്കും. 2 ക്വസ്റ്റ്യൻസും ഒരേപോലെ വരും. അപ്പൊ ശ്രദ്ധിക്കണം. ഇവിടെ സ്റ്റാഫിന്റെ കാര്യത്തിന് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം എന്നാ പറയണത്. അപ്പൊ ഫസ്റ്റത്തെ ജനറേറ്റ് വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. എന്താ? അവിടുത്തെ സ്റ്റാഫിന് പ്രവർത്തനക്ഷമവും സൗഹൃദപരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കണം അല്ലെ? അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ ഒരു അന്തരീക്ഷവും അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക, അതുപോലെ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ലെവലിൽ ചെയ്യാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അത് സ്റ്റാഫിന് ഉണ്ടാക്കി കൊടുക്കാം, ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടാമത് പറയണത് എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. എന്താ? ഹോസ്പിറ്റൽ ജീവനക്കാർ അവരുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫും എനിക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാൻ ഇന്ന ഡ്യൂട്ടി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഹോസ്പിറ്റലുകാര് ഉറപ്പുവരുത്തണം. ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഓക്കെ, മൂന്നാമത് പറയണത് കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേസ്. എന്താ? ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ സർവേ നടത്തുക. എന്താ മൂന്നാമത് പറയണേ? ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ആ ഒരു സർവേ അത് കണ്ടക്ട് ചെയ്യണം. ഓക്കെ, നാലാമത് പറയണത് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദയർ പെർഫോമൻസ്. എന്താ? അവരുടെ പെർഫോമൻസ് വർദ്ധിക്കാനായിട്ട് എന്തെങ്കിലും മോട്ടിവേഷന്റെ എന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ ചില നഴ്സുമാരൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയി. മൂഡ് ഓഫ് എന്ന് വെച്ചാൽ അവര് വേറൊരു കാര്യത്തിലും അവർ ഉൾക്കൊള്ളില്ല. പേഷ്യന്റിനെ നോക്കാം, അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു, അവര് ഡ്യൂട്ടി ചെയ്യാം, വീണ്ടും പേഷ്യന്റിന്റെ അടുത്ത് പോവാം, അങ്ങനെയുള്ള ആ ഒരു കറക്റ്റ് ഇതിൽ പോണ നഴ്സുമാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നഴ്സുമാർക്ക് അവർക്ക് ഇടയ്ക്കിടക്ക് ഒരു മോട്ടിവേറ്റ് കൊടുക്കാം. മോട്ടിവേറ്റ് എന്ന് വെച്ചാൽ അവർക്കൊരു പെർഫോമൻസ് ചെയ്യാനായിട്ട് ഒരു ആക്ടിവേഷൻ അല്ല, അവർക്ക് ഒരു മോട്ടിവേഷന്റെ ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരും എനർജറ്റിക് ആയിക്കോളും. ഓക്കെ, അപ്പൊ മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. അങ്ങനെ പെർഫോമൻസ് ഇല്ലാത്തവർക്ക് ഒരു മോട്ടിവേറ്റ് കൊടുക്കുക, അത് അവർക്ക് വർദ്ധിപ്പിക്കും ദെയർ പെർഫോമൻസ്. അവരുടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ്. എന്താ?
ചില നഴ്സുമാരൊക്കെ നല്ല കാര്യം ഇതുള്ളതായിരിക്കും, എല്ലാ കാര്യവും അവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ കുട്ടികളുടെ കാര്യം ചോദിച്ചാലും കാലിന്റെ എല്ലിന്റെ എന്ത് കാര്യം ചോദിച്ചാലും ഇങ്ങനെ എല്ലാത്തിലും ആക്റ്റീവായിട്ട് ആ ഒരു ബെസ്റ്റ് പെർഫോമൻസ് അല്ലെ, അങ്ങനെയുള്ള നഴ്സുമാരുണ്ട്. അവർക്ക് സ്റ്റാഫ് അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കണം. അവർക്ക് എന്ത് കൊടുക്കണം? റിവാർഡ് കൊടുക്കണം. അത് ചിലപ്പോ ഹോസ്പിറ്റലിൽ ഒരു വർഷമൊക്കെ തികയുമ്പോ, ഒരു വർഷമൊക്കെ ആകുമ്പോ ആനുവലി പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ആനുവലി പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ബെസ്റ്റ് സ്റ്റാഫ് ആണെന്നും പറഞ്ഞിട്ട് അവർക്ക് ഒരു റിവാർഡ് ഒക്കെ കൊടുക്കുമ്പോ അവർക്ക് അതൊരു പ്രചോദനമായിരിക്കും. പിന്നെ അവര് നെക്സ്റ്റ് അതിലും ഒന്നും കൂടി ബെറ്റർ ആവാൻ അവർ നോക്കുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകാർ ചെയ്യാം. അപ്പൊ ഹോസ്പിറ്റലുകാര് നഴ്സുമാര് അവർക്ക് നഴ്സ് മാത്രമല്ല, നോൺ മെഡിക്കൽ ആയാലും മെഡിക്കൽ സ്റ്റാഫ് ആയാലും അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന 5 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ജനറേറ്റ് വർക്കബിൾ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, അറ്റ്മോസ്ഫിയർ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവരെ വർക്കൊക്കെ കറക്റ്റ് ലെവലിൽ ചെയ്യുന്നുണ്ടെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. മൂന്നാമത് പറഞ്ഞത് അവിടുത്തെ സാറ്റിസ്ഫാക്ഷൻ സർവേ, ഹോസ്പിറ്റലിലെ ജോലിക്കാരൊക്കെ ചെയ്യുന്ന ആ ഒരു സർവേ കണ്ടക്ട് ചെയ്യാം. പിന്നെ അവർക്ക് നോൺ പെർഫോമൻസ് ഉള്ളവർക്ക് നല്ലൊരു മോട്ടിവേറ്റ് കൊടുക്കുക, എന്നിട്ട് അവരെ നല്ല പെർഫോമൻസ് അവരെ കൂട്ടുക. പിന്നെ റിവാർഡ്, ബെസ്റ്റ് പെർഫോമൻസ്, റിവാർഡ് നല്ല പെർഫോമൻസുകാർക്ക് റിവാർഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ തന്നെ ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എന്താ? അതിന്റെ തന്നെ സ്റ്റാഫിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ സ്റ്റാഫിന്റെ കാര്യങ്ങള് ചെയ്യേണ്ട, ഹോസ്പിറ്റൽ അവർക്ക് ചെയ്യേണ്ട സ്റ്റാഫിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ വേറെ രീതിയിൽ ചോദിച്ചേക്കണാണ്. എന്തെല്ലാം ചോദിച്ചേക്കണേ? സ്റ്റാഫിന്റെ ഈ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ, അതിന്റെ സ്ട്രാറ്റജീസ് എന്താണെന്നാ ചോദിച്ചേക്കണേ. 5 പോയിന്റ് തന്നെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഒന്നാമത്തെ എന്താ? ഇംപ്രൂവ് ദ വർക്ക് എംപ്ലോയ്മെന്റ്, നല്ലൊരു അന്തരീക്ഷം മെച്ചപ്പെടുത്തുക അല്ലെ. വർക്ക് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ജോലി ചെയ്യാനായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ഇംപ്രൂവ് ചെയ്യുക. രണ്ടാമത് ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്, എന്താ? സ്റ്റാഫ് അംഗങ്ങളോട് ബഹുമാനത്തോടു കൂടി പെരുമാറുക. ഓക്കെ, ഹോസ്പിറ്റലുകാരുടെ കാര്യമാണ് ഈ പറയണത്. ഹോസ്പിറ്റലുകാര് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫിനോടായാലും നോൺ സ്റ്റാഫിനോടായാലും അവരോട് എന്ത് ചെയ്യാ? നല്ല രീതിയിൽ പെരുമാറാം. വിത്ത് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി, പിന്നെന്താ? പതിവായിട്ട് അവർക്ക് ഫീഡ്ബാക്ക് എടുക്കാം. ഓരോ കാര്യങ്ങൾ എന്താ ചെയ്തേ, ഇന്നലെ എന്തായിരുന്നു, ഇന്നലെ, അങ്ങനെ എല്ലാ ദിവസവും ഡെയിലി റെഗുലർ ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക. ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റ്സ് നോൺ പെർഫോമേഴ്സ്, എന്താ? സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും പ്രകടനം നടത്താത്തവരെ പ്രകോപിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മോട്ടിവേറ്റ് കൊടുക്കുക. അവർക്കൊരു അവർ ആക്റ്റീവ് അല്ലാത്തവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അത് തന്നെയാണ് വേറെ രീതിയിൽ ചോദിച്ചേക്കാണ്. ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റീവ് എന്ന് പറയുന്നത് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ആൻഡ് ദയർ പെർഫോമൻസ് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. എന്താ പറഞ്ഞേ? മികച്ച പ്രകടനം നടത്തുന്നവരെ അംഗീകരിക്കുകയും പ്രതിഫലം നൽകുകയും വേണം അല്ലെ. നമ്മൾ റിവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? നല്ല ബെസ്റ്റ് പെർഫോമൻസ്, എല്ലാത്തിലും ആക്ടിവിറ്റി, എല്ലാവരും ആക്റ്റീവായ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കാം. ബെസ്റ്റ് പെർഫോമൻസിനുള്ള റിവാർഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ കാര്യത്തിൽ പറയണത്. 2 കാര്യവും മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ല, മനസ്സിലായ? ഓക്കേനോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലൈറ്റിന്റെയും ഇതിന്റെ ഒക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് ക്ലാസ് ഇനി ജമിനി ടീച്ചർ എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എടുത്ത് നിർത്തിയതാണ്. എല്ലാവരും പരീക്ഷയ്ക്ക് നല്ലോണം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ല. സ്പീഡ് കൂടിയാ? സ്പീഡ് കൂടിയിരുന്ന ഇല്ല. ഓക്കെ, ഇനി ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്. ഒരു പുതിയ ഇംഗ്ലീഷിലില്ല. അപ്പൊ നിങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. ഓക്കെ, കാരുണ്യ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല. അപ്പൊ ഇംഗ്ലീഷിന് പകരം പോർഷൻസ് തീരാനായിട്ട് ഒരു അഡീഷണൽ ടീച്ചർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, രമ്യ ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് വരും. ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കാത്തത്.
അപ്പൊ നിങ്ങക്ക് ഓക്കെ നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടാ. ഓക്കെ എന്നാ